ഇതിപ്പം കാണേണ്ട സിനിമയാന്നാ പൊതുവെയുള്ള അഭിപ്രായം, പ്രത്യേകിച്ച് കുട്ടികൾ. എന്നാത്തിനാ നമ്മൾ സിനിമ കാണുന്നത്? പറ, എന്നാത്തിനാ? അറിയത്തില്ല, അതാ കുഴപ്പം. വാ, ഓരോ സിനിമയിൽ നിന്ന് നമുക്ക് ഓരോ ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇപ്പൊ കാണാൻ പോകുന്ന സിനിമ. സമയമായല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് ഈ സിനിമയുടെ ഗുണപാഠം. ഈ ഗുണപാഠങ്ങളൊക്കെ മക്കൾ കണ്ടു തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് പപ്പ നിർബന്ധിച്ച് സിനിമയ്ക്ക് വിടുന്നത്. എന്നിട്ട് പപ്പയും മമ്മിയും വരാത്തെന്താ? അയ്യേ, പപ്പ സിനിമയ്ക്കൊന്നും പോകത്തില്ലെന്ന് എന്നെ കുട്ടിക്ക് അറിയത്തില്ലയോ? പിന്നെ ഈ ഗുണപാഠങ്ങളൊക്കെ പപ്പ പണ്ടേ പഠിച്ചിട്ടുള്ളതാ. പപ്പ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിലാ പാസ്സായത്. അതിപ്പോ ആർക്കും അറിയാൻ മേലാത്തത്. ഓടാ. ഓ, മമ്മിയോ? ആ, മക്കള് പോയച്ചും വരുമ്പോഴത്തേനും പപ്പ മമ്മിയെ പഠിപ്പിച്ചോളാം. പപ്പ കുളപ്പുറം വെക്കണ്ടേ ഇടിയിട്ട് പപ്പ എന്നാ ഗുണപാഠമോ പോടിച്ചത്? വെള്ളരെ നോക്കണേ. ഓ, എന്നതാ കാർത്തിയാനി എല്ലാരും കൂടെ ഈ നേരത്ത്? എല്ലാ പറയാനാ, 2 മണിക്കൂറായി വീട്ടിൽ കറണ്ട് പോയിട്ട് ഉടനെ എങ്ങും വരുന്ന ലക്ഷണം കാണുന്നുമില്ല. ലൈനയിൽ ഏതാണ്ട് പണിയാ. പിള്ളേർക്കാണെങ്കിൽ ടി വിയിൽ 2:30 സിനിമ കാണണമെന്ന് നിർബന്ധം. നോക്കിക്കഥ കയറി വരണടി പിള്ളേരെ. ഇത് നമ്മുടെ വീടല്ലയോ? എല്ലാത്തിനും നാണിച്ചേക്കുന്നേ. കുഞ്ഞിരാമൻ വന്നില്ലയോ കാർത്തിയാനി? ഓ, അങ്ങേരെ എവിടെ പോയി കിടക്കൊന്നും ആർക്കറിയാം. വൈകുന്നേരം ആകുമ്പോ വന്ന് കയറും 4 കാലയിൽ. പിന്നെ നമുക്ക് എന്നതേലും ഇണ്ടാൻ പറ്റുമോ? മൂക്കിന്റെ തമ്മിൽ തല്ലിയോ ദേഷ്യം? നാക്കൊന്ന് പിഴച്ചു പോയാ പിന്നെ തല്ലി തന്നെ. വാടി പിള്ളേരെ. അല്ല, കുഞ്ഞിരാമനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കുടുംബസമേതം ഒരു സിനിമ കാണായിരുന്നു. ഒരു കുടുംബചിത്രമായിരുന്നു. ഓ, എന്നാത്തിനാ? അങ്ങേരില്ലാത്ത തന്നെ ഞങ്ങൾക്ക് നല്ലത്. എന്നാ നിങ്ങൾ ചെന്ന് സിനിമ കണ്ടാട്ടെ. ഓ, ആ TV ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ അവർ സിനിമ കാണട്ടെ. ഇക്കാലത്ത് വിളിച്ചാ വരുന്ന ഒരാശാരിയെ കിട്ടുന്നത് മഹാഭാഗ്യം. ഉള്ളതാ. ഭയങ്കര അണ്ണാശല്യോ അല്ലയോ? ആ ആണെന്നേ. നമസ്കാരം. ആ, അല്ല, ഇതാര് കുട്ടപ്പനാ? ഇതെന്നാ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ചില പുതിയ പതിവുകളൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടി വന്നാണെന്ന് കരുതിക്കോ. ഞാനെന്ന് പറഞ്ഞ സംഭാവനയുടെ കാര്യം എന്തായി? സോമാലിയയിലെ പട്ടിണി പാവങ്ങളെ സഹായിക്കാനുള്ളത് അത്. ആ, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ. പക്ഷേ കുട്ടപ്പൻ ചോദിച്ചത്രയും തരാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. വല്ല 10-500 ഒക്കെ ആണെങ്കിൽ നോക്കാം. ആർക്ക് വേണം തന്റെ 500 തൂമ്പ? ആ, ബൂർഷാസിയുടെ സ്ഥിരം നമ്പർ ഇത്. എപ്പോ ചോദിച്ചാലും ഇതേ പല്ലവി തന്നെ. വല്ല കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസ്സുകാരോ ചോദിച്ചിരുന്നെങ്കിൽ വാരിക്കോരി കൊടുത്തേനെ. അത് മാത്രം പറയും. മാണി സാറോ ഉമ്മൻചാണ്ടി സാറോ നേരിട്ട് വന്ന് ചോദിച്ചാൽ പോലും കാശിന്റെ കാര്യമില്ലയോ, ഞാൻ കൊടുക്കത്തില്ല. നിങ്ങൾ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഈ പറഞ്ഞ മൂരാജികൾ ചോദിക്കുമ്പോഴാണ് മിസ്റ്റർ പാർട്ടി സംഭാവന ചോദിക്കുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണം മിസ്റ്റർ ജോയ്. പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചിക്കാഗോ തെരുവിധികൾ ഇളക്കി മറിച്ച തൊഴിലാളി മുന്നേറ്റത്തെ കുറിച്ച്, ബൊളീവിയൻ കാടുകളിലെ ഗറില്ല യുദ്ധത്തെ കുറിച്ച്, അൽബേനിയയെ കുറിച്ച്, ആഗോളവൽക്കരണത്തെ കുറിച്ച്, കാറൽ മാർക്സിനെയും ഏംഗൽസിനെയും മഹാനായ ലെനിനെയും സഖാവ് സ്റ്റാലിനെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. പിന്നെ എന്ത് കേട്ടിരിക്കുന്നു? എനിക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ല എന്ന് കുട്ടപ്പൻ അറിയാൻ മേലായോ? പിന്നെ EMSനെയും AKGയെയും അച്യുതമേനോനും ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാര്യം ടീച്ചാച്ചൻ മൂരാച്ചി കോൺഗ്രസ്സുകാരനായിരുന്നേലും പിശുക്കനായിരുന്നേലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു. ഒരിക്കൽ പാലായി AKG പ്രസംഗിക്കാൻ വന്നപ്പോൾ കുഞ്ഞായിരുന്നേലും ഇച്ചാച്ചൻ എന്നെയും കൂടെ കൊണ്ടുപോയായിരുന്നു. എന്നതാ ഒരു പ്രസംഗം! മനുഷ്യന്റെ മനസ്സെടുത്തിട്ട് അങ്ങ് അമ്മാനമാടുമല്ലയോ? പറയുന്നതൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ ഇടിക്കുക. കുഞ്ഞായിരുന്നേലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, ഇവരെ കുറിച്ചൊക്കെ എന്നതാ കുട്ടപ്പന്റെ അഭിപ്രായം?